ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 89. ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. പത്രോസേ, ഇതാണോ തിബേരിയാസ്? അതേ ഗുരു, അത് തന്നെ. ഞാനിപ്പോൾ വള്ളം അടുപ്പിക്കാം. വരട്ടെ. ആ ചെറിയ ഉൾക്കടലിൽ കുറച്ചു നേരം നിർത്താമോ? നിങ്ങളോട് തന്നെ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിർത്താമല്ലോ ഗുരു. നമുക്ക് അല്പം കൂടി തീരത്തോട്ട് പോകാം. പത്രോസ് തീരം ലക്ഷ്യമായി നീങ്ങുന്നു. കരയോടടുക്കാറായപ്പോൾ ഈശോ പറഞ്ഞു, നിർത്തിക്കൊള്ളൂ, എന്നിട്ട് എന്നോട് അടുത്ത് വരാവുന്നിടത്തോളം അടുത്ത് വരിക. ഈശോ എഴുന്നേറ്റ് വള്ളത്തിൻ്റെ മധ്യത്തിൽ കുറുകെ വച്ചിരുന്ന പലകമേലിരുന്നു. മറ്റേ വള്ളം അവരുടെ മുമ്പിലാണ്. എല്ലാവരും ഈശോയുടെ ചുറ്റും അടുത്തിരിക്കുന്നു. എൻ്റെ ആത്മാവ് ഒരു നിമിഷത്തേക്ക് പോലും നിങ്ങളെ പിരിയുന്നില്ല എന്ന് നിങ്ങൾ അറിയണം. എന്നിലേക്ക് ചേർത്തൊട്ടിച്ചിരിക്കുന്ന സചേതനമായ നൂലുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ എന്നിലേക്ക് ബന്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഹത്തിൻ്റെ നേരിയ ചലനങ്ങൾ പോലും ഈ നൂലുകൾ എന്നിലേക്ക് കടത്തിവിടുന്നു. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഞാൻ നിങ്ങളെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തായി തീരേണ്ടവരാണ്? ഭൂമിയുടെ ഉപ്പ് മാംസം ചീഞ്ഞു പോകാതിരിക്കാൻ ഉപ്പിട്ട് സൂക്ഷിക്കുന്നു. നിങ്ങളെക്കൊണ്ട് ലോകത്തെ ഉപ്പിട്ട് സൂക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവികമായ സ്വർഗീയമായ ഒരു രുചി അതിന് പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ തന്നെ രുചി കെട്ടവരാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെ രുചി പകരാൻ കഴിയും? നിങ്ങൾ മനുഷ്യരാണെന്ന് എനിക്കറിയാം. ഞാൻ ആരാണ്? സാധ്യമായ എല്ലാ ശക്തികളും ഉള്ളവനാരോ അവനാണ് ഞാൻ. ഞാൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ വിളിച്ച ശേഷം ഇതുപോലുള്ള ശക്തി നിങ്ങളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ യോജിച്ചവരാകണമല്ലോ. എപ്പോഴും ഉണർവുള്ളവരായി ഒരുങ്ങിയിരിക്കുവിൻ. അരമുറുക്കി വിളക്കും തെളിച്ച് കാത്തിരിക്കുവിൻ. ഏതു നിമിഷത്തിലും സ്ഥലം വിടത്തക്ക വിധം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളിനെ ഓടിച്ചെന്ന് അഭിവാദ്യം ചെയ്യത്തക്ക വിധം ഒരുങ്ങിയിരിക്കുവിൻ. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന വിശ്രമം എന്തെന്നറിയാത്ത തീർത്ഥാടകരാണ് നിങ്ങൾ. മരണം കെടുത്തിക്കളയുന്ന നാൾ വരെ നിങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ തെളിച്ച് ഉയർത്തിപ്പിടിക്കുക. ക്രിസ്തുവിൻ്റെ ആലയത്തിലേക്ക് വരുന്നവർക്ക്, തെറ്റിയ വഴിയിൽ നിന്ന് തിരിച്ചു വരുന്നവർക്ക് മാർഗം തെളിച്ചു കൊടുക്കൂ. എപ്പോഴും ഉണർവുള്ളവനായി കാണപ്പെടുന്ന ഭൃത്യന് യജമാനൻ പ്രതിഫലം നൽകും. മരണം വരുന്ന സമയം അവൻ കൃപാവരത്തിലായിരിക്കും. എളിയവരായിരിക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുക. എളിമയും ശാന്തതയും ക്ഷമയും ഉള്ളവരായിരിക്കുക. അങ്ങനെയാണ് ലോകത്തെ ജയിക്കുന്നത്. അക്രമം കൊണ്ടോ ശക്തിപ്രയോഗം കൊണ്ടോ അല്ല. നിങ്ങളുടെ ദുർഗുണങ്ങൾക്കെതിരെ ശക്തരായിരിക്കുക. ആക്രമണം നടത്തുക. ചങ്കു പൊട്ടുമെങ്കിൽ തന്നെയും അവയെ വേരോടെ പിഴുതുമാറ്റുക. ഭോഗാസക്തിയുള്ളവരായി തീരുന്നതിനേക്കാൾ നല്ലത് ദുരാഗ്രഹമുള്ള കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അന്ധരായി തീരുന്നതാണ്. സത്യസന്ധതയുള്ളവരായിരിക്കുക. എൻ്റെ അടുത്തോ നിങ്ങളുടെ സഹോദരന്മാരോടോ അയൽക്കാരോടോ എന്തിനാണ് വഞ്ചന കാണിക്കുന്നത്? ദൈവത്തോട് പരമാർത്ഥതയോടെ വർത്തിക്കുക. നീണ്ട പ്രാർത്ഥനാ പ്രകടനം കൊണ്ട് ദൈവത്തെ വഞ്ചിക്കാമെന്ന് വിചാരിക്കുന്നുവോ? പാവമക്കൾ, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളു കാണുന്നു. നന്മ ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യമുള്ളവരായിരിക്കുവിൻ. ഭിക്ഷ നൽകുമ്പോഴും അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുക. ചുങ്കക്കാരനായ ഒരു മനുഷ്യന് അയാളുടെ മാനസാന്തരത്തിന് മുമ്പ് അതറിയാമായിരുന്നു. അതെ, നിന്നെ ഞാൻ സ്തുതിക്കുകയായിരുന്നു മാത്യു. നിന്റെ ആഴ്ചതോറും ഉണ്ടായിരുന്ന പരിശുദ്ധമായ ദാനം ഞാനും പിതാവും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. യൗവനത്തിലെത്തിയ പുത്രിയെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് വസ്ത്രം മാറ്റാൻ നിങ്ങൾ അനുവദിക്കാത്തതുപോലെ നിങ്ങളുടെ നന്മയെ നിങ്ങൾ വെളിവാക്കരുത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ കന്യകകളായിരിക്കണം. ഒരു സൽപ്രവൃത്തി കന്യകയായിത്തീരുന്നത് അഹങ്കാരത്തിൻ്റെയും സ്വയം പുകഴ്ചയുടെയും എല്ലാ ചിന്തകളിൽ നിന്നും അത് സ്വതന്ത്രമായിരിക്കുമ്പോഴാണ്. സ്വർണത്തിന് വേണ്ടിയും ജഡത്തിന് വേണ്ടിയുമുള്ള മോഹത്തെ വെറുക്കുക. മാംസത്തിനായുള്ള ദുരാഗ്രഹവും അധികാരമോഹവും വർജിക്കുക. സാത്താൻ ഇതാണ് നിങ്ങൾക്ക് തരുന്നത്: ചതി നിറഞ്ഞ അവൻ്റെ സ്വത്തുക്കൾ, ബഹുമാനം, വിജയം, അധികാരം, സമ്പത്ത്, അശുദ്ധതയുടെ വിലക്ഷണ ചിന്തകൾ. നിങ്ങളുടെ ആത്മാക്കളാണ് അവിടുത്തെ അംഗീകൃത നാണയം. അല്പം കൊണ്ട് നിങ്ങൾ സംതൃപ്തരാകുക. നിങ്ങൾക്കാവശ്യമായവ ദൈവം തരുന്നു, അത് മതി. ആകാശത്തിലെ പറവകൾക്കെന്ന പോലെ നിങ്ങൾക്കും അവിടുന്ന് തരുന്നു. എന്നാൽ മിതത്വവും ദൈവാശ്രയവും അവിടുന്ന് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അവിടുത്തെ നിങ്ങൾ ആശ്രയിച്ചാൽ അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. നിങ്ങൾ മിതത്വമുള്ളവരാണെങ്കിൽ അനുദിനം അവിടുന്ന് ദാനമായി നൽകുന്നത് നിങ്ങൾക്ക് മതിയാകും. അസഹിഷ്ണുക്കളാകരുത്. നിങ്ങളെല്ലാവരും പാപികളായതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ കാരുണ്യത്തോടും തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും പെരുമാറുക. എല്ലായ്പ്പോഴും ക്ഷമിക്കുക. ഇങ്ങനെ പറയുക: പിതാവേ, എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ അവിടുന്ന് എന്നോട് ക്ഷമിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു.
നിങ്ങൾ എന്നോടുകൂടി ജീവിക്കാൻ തുടങ്ങിയിട്ട് അല്പസമയം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ തന്നെയും നിങ്ങൾ കാണുന്നില്ലേ, ചിലർ തെറ്റായി എന്നെ വിധിക്കുകയും ഞാൻ നിർദോഷിയായിരുന്നിട്ടും ഇല്ലാത്ത പാപങ്ങൾക്കായി എന്നെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്. അതിനാൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായി ആരെയും ഉപദ്രവിക്കരുത്. ക്ഷമയോടും സ്ഥിരതയോടും കൂടി നിമിഷം തോറും മെച്ചപ്പെടാൻ ശ്രമിക്കുക. നല്ലവരാവുക എന്നതിന് വേദനയൊന്നുമില്ലെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അല്ല, അതാണ് ഏറ്റവും വലിയ അധ്വാനം. എന്നാൽ പ്രതിഫലം സ്വർഗമാണ്. തന്മൂലം ഇതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് ഉചിതമാണ്.